മലപ്പുറത്തെ നവവധുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആണ് ആത്മഹത്യ ചെയ്തത്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ചു എന്നതാണ് ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നത്. സ്വാലിഹ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കെ ടി സ്വാലിഹ് ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇങ്ങനെയൊരു ആരോപണം ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? കാവ്യ, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഷഹാന മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊണ്ടോട്ടിയിലെ ഷഹാനയുടെ വീട്ടിൽ തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. 19 വയസ്സാണ് പ്രായം. ആത്മഹത്യ മാനസിക പീഡനം മൂലമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അത് നിറത്തിന്റെ പേരിൽ തുടർച്ചയായി അധിക്ഷേപിച്ചു. നിറം കുറവാണെന്ന് പറഞ്ഞ് ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി, വിവാഹബന്ധം വേർപ്പെടുത്താൻ വേണ്ടി ബന്ധുക്കൾ നിർബന്ധിച്ചു. ഭർത്താവും നിരന്തരമായി ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇതാണ് ഇത്തരത്തിൽ വലിയ മാനസിക വിഷമത്തിലായിരുന്നു. ഇതേ തുടർന്നാണ് വീട്ടിലേക്ക് വന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ ഈ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കുടുംബങ്ങൾ തമ്മിൽ ഇക്കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദാണ് ഭർത്താവ്. ഇയാൾക്കെതിരെയും ഇയാളുടെ മാതാപിതാക്കൾക്കെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 മെയ് 27-നാണ് ഇവരുടെ വിവാഹം നടന്നത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടവും പൂർത്തിയായിട്ടുണ്ട്. വിനിഷ. ശരി, ഓക്കെ. കെ ടി സ്വാലിഹാണ് ആ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ പീഡനം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും നിരന്തരമായ പീഡനം ആ പെൺകുട്ടിക്ക് ഏറ്റു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ളൊരു പരാതി അത് കുടുംബത്തോട് ഉന്നയിച്ചിരുന്നു എന്നാണോ? ഇപ്പോൾ അവർ തമ്മിൽ അത്തരത്തിൽ കുടുംബം തമ്മിൽ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, അവർക്കിടയിൽ ഉണ്ടായ വഴക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇന്ന് രാവിലെയോടെ ആ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.